നമ്മളെപ്പോലെ ഒരാൾ എങ്ങനെയായിരിക്കും വിശ്വാസത്തിലൂടെ സഞ്ചരിക്കുന്നത്? വിശ്വസിക്കുന്നവൻ ദൈവവുമായുള്ള വ്യക്തിപരമായ ഐക്യം അന്വേഷിക്കുന്നു. ദൈവം തന്നെക്കുറിച്ച് വെളിപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളിലും അവിടുന്ന് വിശ്വസിക്കാൻ വിശ്വാസി സന്നദ്ധരുമാണ്. വിശ്വാസത്തിൻ്റെ ആരംഭത്തിൽ മിക്കപ്പോഴും വൈകാരിക പ്രക്ഷുബ്ധതയോ മാനസിക അസ്വസ്ഥതയോ ഉണ്ടാകും. വിശ്വസിക്കാൻ തുടങ്ങുന്ന വ്യക്തികൾക്ക് ദൃശ്യമായ ലോകവും കാര്യങ്ങളുടെ സാധാരണഗതിയും മാത്രമല്ല ഉണ്ടായിരിക്കുന്നതെന്ന് തോന്നുന്നു. ക്രമേണ ദൈവത്തോട് സംസാരിക്കാനും അവസാനം സ്വതന്ത്രമായി അവിടുത്തോട് ഐക്യപ്പെടാനുമുള്ള ആത്മധൈര്യം കണ്ടെത്തുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു: ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. അതുകൊണ്ടാണ് ദൈവം നമ്മോട് പറയാൻ ഇഷ്ടപ്പെടുന്നത് എന്താണെന്നറിയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നാം ദൈവപുത്രനായി യേശുക്രിസ്തുവിൽ വിശ്വസിക്കണമെന്ന് പറയുന്നത്. വിശ്വസിക്കുക എന്നതിൻ്റെ അർത്ഥം യേശുവിനെ സ്വീകരിക്കുകയും ജീവിതം മുഴുവനും അവിടുന്ന് ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യുക എന്നതാണ്. ഇപ്പം മനസ്സിലായി സിസ്റ്റർ. വേറൊരു സംശയം കൂടി ചോദിക്കട്ടെ. എൻ്റെ വിശ്വാസത്തിന് സഭയുമായി എന്ത് ബന്ധമാണുള്ളത്? വിശ്വാസം എന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് വ്യക്തിപരമായ ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാലും അതൊരു വ്യക്തിപരമായ കാര്യമല്ല. കാരണം നമുക്ക് പങ്കുവയ്ക്കുവാനും പകർന്നു നൽകുവാനും കഴിയാത്ത വിശ്വാസം യുക്തിരഹിതമായിരിക്കും. ആർക്കും ഒറ്റപ്പെട്ട് തന്നെത്താൻ വിശ്വസിക്കാനാവുകയില്ല. സ്വന്തം ശക്തി കൊണ്ട് ജീവിക്കാൻ ആർക്കും കഴിയാത്തതുപോലെ തന്നെ വിശ്വാസം സഭയിൽ നിന്നും നാം സ്വീകരിക്കുന്നു. നാം നമ്മുടെ വിശ്വാസം പങ്കുവയ്ക്കുന്ന ആളുകളുമായുള്ള കൂട്ടായ്മയിൽ അതനുസരിച്ച് ജീവിക്കുന്നു. വിശ്വസിക്കുന്ന ഒരു വ്യക്തി സഭയുടെ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നതിന് സ്വതന്ത്രമായി സമ്മതം നൽകുന്നു. വിശ്വാസം എന്നത് പൊതുവായ അവബോധത്തിലുള്ള ഭാഗഭാഗിത്വമാണ്. കാരണം ഒരാൾ സഭയിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ച് നൂറ്റാണ്ടുകളിലൂടെ അത് പുതുതലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. എൻ്റെ വിശ്വാസത്തിൻ്റെ തീക്ഷ്ണത മറ്റുള്ളവരെ പ്രകാശിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നത് പോലെ തന്നെ മറ്റുള്ളവരുടെ വിശ്വാസം എന്നെ പിന്താങ്ങുന്നു. സഭ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഞാൻ എന്നതിനും ഞങ്ങൾ എന്നതിനും ഊന്നൽ നൽകുന്നു. സഭയുടെ ലിറ്റർജികളിൽ 2 വിശ്വാസ പ്രമാണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഞാൻ വിശ്വസിക്കുന്നു എന്ന് തുടങ്ങുന്ന സ്ലേഹന്മാരുടെ വിശ്വാസ പ്രമാണവും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് തുടങ്ങുന്ന നിക്കിയ കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ വിശ്വാസ പ്രമാണവും.